ഒരു 10 മിനിറ്റ് പഠിച്ചു കഴിയുമ്പോഴേക്കും കോൺസെൻട്രേഷൻ പോകുന്നുണ്ടോ? എന്നാൽ ഞാൻ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റഡി ടെക്നിക്സ് പറഞ്ഞു തരട്ടെ. ഞാൻ കുറച്ച് ടെക്നിക്സ് യൂസ് ആക്കുന്നുണ്ട് ഈ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. സോ അത് ഞാൻ നിങ്ങൾക്ക് കൂടെ പറഞ്ഞുതരാം. ഒബ്വിയസ്ലി ഫസ്റ്റ് വൺ ഈസ് പൊമോഡോറോ ടെക്നിക്. അതായത് നിങ്ങളൊരു 25 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്ക് എടുക്കുന്ന ടൈമിൽ ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എടുക്കാൻ പാടില്ല. ലൈക്ക് മൊബൈൽ, ലാപ്ടോപ്പ്, ടാബ്ലറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് നിങ്ങളൊരു 4-5 വട്ടം റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്തതിന് ശേഷം പഠിക്കുന്ന ടൈം കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക. അതിനനുസരിച്ച് തന്നെ നിങ്ങൾ ബ്രേക്ക് എടുക്കുന്ന ടൈം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക. ലൈക്ക് ഇപ്പോൾ ഒരു 45 മിനിറ്റ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 to 15 മിനിറ്റ്സോളം ബ്രേക്ക് എടുക്കുക. സെക്കൻഡ് വൺ ഈസ് 3-2-1 ടെക്നിക്. അതായത് നിങ്ങളിപ്പോൾ പഠിക്കുന്ന കാര്യം 3 വട്ടം മൈൻഡിൽ വായിക്കുക. അതിനുശേഷം 2 വട്ടം ഉറച്ച് പറയുക. എന്നിട്ട് ഒരു വട്ടം നിങ്ങൾ നോട്ട്ബുക്കിൽ ഇത് എഴുതുക. എന്നിട്ട് നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ പാടുണ്ടെങ്കിൽ ഈ ഒരു ടെക്നിക്ക് 2-3 ടൈംസ് റിപ്പീറ്റ് ചെയ്യാം. ഈ ഒരു ടെക്നിക്ക് നമ്മുടെ മെമ്മറി പവർ കൂട്ടാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും. തേർഡ് വൺ ഈസ് ഫീമൻ ടെക്നിക്ക്. അതായത് നിങ്ങൾ പഠിക്കുന്ന കാര്യം വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ലൈക്ക് ഇപ്പോൾ അതൊരു റിയൽ ആൾ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇമാജിനേഷനിൽ ഒരാൾ ഉണ്ടാക്കിയിട്ട് ആൾക്ക് വേണേൽ പറഞ്ഞു കൊടുക്കാം. അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ കണ്ണാടിയുടെ മുമ്പിൽ ചെന്നിട്ട് നിങ്ങൾ ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പോർഷൻ ഒട്ടും തറവായിട്ടില്ല. ഒന്നുകൂടെ ആ പോർഷൻ പഠിച്ചിട്ട് വീണ്ടും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ പോർഷൻ നല്ല രീതിക്ക് തറവാകും. ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫോളോ ആക്കി കൂടെ കൂടിക്കോ. ഇതിൻ്റെ പാർട്ട് 2 ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓക്കേടാ, ബൈ.